That's lovely. Thank you. ഹായ് വൈശാഖ്. Hey, ഷാറുഖ്. സോറി നിന്നെ പെട്ടെന്ന് വിളിച്ചത്. അത് കുഴപ്പമില്ല. ഒരു ഫേവർ വേണമായിരുന്നു ബ്രോ. അറിയാം, പുതിയ റെസ്റ്റോറന്റ് തുറന്നു, പണത്തിന് ആവശ്യമുണ്ട്. ട്രാൻസ്ഫർ. വേണ്ട വേണ്ട. പിന്നെ എന്തിനാണ് കൂട്ടുകാരൻ? അത് പിന്നെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഫീൽ ആകും. ബ്രോ പണം ഒന്നും വേണ്ട. എന്റെ ബ്രോ, മുത്തൂറ്റ് ഫിൻകോപ്പിൽ നിന്ന് ഇന്നാണ് ഗോൾഡ് ലോൺ കിട്ടിയത്, വെറും ഒരു കോളിൽ. പക്ഷെ ഇന്ന് സാറ്റർഡേ അല്ലേ? മുത്തൂറ്റ് ഫിൻകോപ്പ് ഓപ്പൺ ആണല്ലോ. ഓഫ് കോഴ്സ്. അപ്പൊ പിന്നെ എന്തിനാ എന്നെ വിളിച്ചത്? അത് പിന്നെ കുറച്ച് അണ്ടർസ്റ്റാഫ്ഡ് ആണ്. 70 ഡിഷസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. പിന്നെ ഈ 70 ഡിഷസ് ഉണ്ടായിട്ടും ആദ്യം വെള്ളം കൊണ്ടുപോവാ. ഫ്രണ്ട്സിൽ നിന്ന് ഫേവർ ആവാം, പക്ഷെ ലോൺ മുത്തൂറ്റ് ഫിൻകോപ്പിൽ നിന്ന് നേടൂ. വെറും ഒരു മിസ്ഡ് കോളിൽ. മുത്തൂറ്റ് ഫിൻകോപ്പ്, ഇന്ത്യയുടെ ഒറിജിനൽ ഗോൾഡ് ലോൺ സ്പെഷ്യലിസ്റ്റ്. സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കോഴഞ്ചേരി സെൻറ് തോമസ് കോളേജ് അലുമിനായി അസോസിയേഷൻ തിരുവനന്തപുരം ചാപ്റ്ററിൻ്റെ അധ്യക്ഷൻ ശ്രീ TM മാത്യു, ഇന്നത്തെ നമ്മുടെ മുഖ്യാതിഥി ശ്രീ TP ശ്രീനിവാസൻ, തിരുവനന്തപുരം കോർപ്പറേഷൻ മുൻ മേയറും നമ്മുടെ അലുമിനായി ചാപ്റ്ററിൻ്റെ പേട്രണുമായിരിക്കുന്ന ശ്രീമതി ചന്ദ്രിക, നമ്മുടെ അലുമിനായി അസോസിയേഷൻ്റെ നെടുന്തൂണായി നമ്മളോടൊപ്പം ഉള്ള ശ്രീ വിക്ടർ T. തോമസ്, അലുമിനായി അസോസിയേഷൻ്റെ സെക്രട്ടറി വിൽസൺ, അതുപോലെ തന്നെ ട്രഷറർ അഡ്വക്കേറ്റ് ഗോപകുമാർ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഗുരുജനങ്ങളെ, സ്നേഹിതരെ, പ്രിയപ്പെട്ടവരെ, ഒരു വട്ടം കൂടി എൻ ഓർമ്മകൾ തിരുമുറ്റത്ത് എത്തുവാൻ മോഹം. ഒരു വട്ടം കൂടി എൻ ഓർമ്മകൾ തേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ആ മുറ്റത്ത് ഒരു കോണിൽ നിൽക്കുന്ന നെല്ലിമരം ഉളുത്തുവാൻ മോഹം എന്ന് പാടിയ ONV കുറുപ്പിൻ്റെ ഒരു വരിയാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത്. ഞാൻ ഈ വർഷത്തെ റിപ്പോർട്ട് അവതരിപ്പിക്കുകയാണ്.
കോഴഞ്ചേരി സെൻറ് തോമസ് കോളേജ് അലുമിനി തിരുവനന്തപുരം ചാപ്റ്റർ സ്നേഹക്കൂട് വെള്ളയമ്പലം ജൂബിലി മെമ്മോറിയൽ അനിമേഷൻ സെൻറ്ററിൽ നടക്കുകയുണ്ടായി. മുൻ ചീഫ് സെക്രട്ടറിയും IMG മാനേജിംഗ് ഡയറക്ടറുമായ കെ ജയകുമാർ IAS നിലവിള കൊളുത്തി ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. വിദ്യാർത്ഥി ജീവിതകാലത്ത് നിർമ്മലതയും നിഷ്കളതയും നഷ്ടപ്പെടുത്തരുതെന്നും കൈവരിച്ച നേട്ടങ്ങൾ പുതിയ തലമുറയ്ക്ക് കൈമാറുമ്പോഴാണ് മാതൃവിദ്യാലയത്തോടുള്ള നീതി പുലർത്തുന്നു എന്നും ഡോക്ടർ ജയകുമാർ പറയുകയുണ്ടായി. പ്രസിഡന്റ് TM മാത്യു ഓർമ്മകൾ പൊതുജീവൻ നൽകുന്ന ഇത്തരം കൂടിവരവുകൾ ആസാദ്യകരമാണെന്നും തൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ പറയുകയുണ്ടായി. എക്സ് പ്രൈം മിനിസ്റ്റർ പ്രിൻസിപ്പൽ സെക്രട്ടറിയും തിരുവനന്തപുരം ചാപ്റ്ററിൻ്റെ പേട്രനുമായ TK.A. നായർ തൻ്റെ പ്രഭാഷണം നിർവഹിക്കുകയും ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത് കൂടുതൽ സന്തോഷപ്രകരം ആകുന്നതോടൊപ്പം തന്നെ പഠനത്തെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അലുമിനി പ്രവർത്തനങ്ങളിലൂടെ കഴിയണമെന്നും TK നായർ ഓർമ്മിക്കുകയുണ്ടായി. അഡ്വക്കേറ്റ് K ചന്ദ്രിയ പഠനകാലത്തെ നല്ല ഓർമ്മകൾ പങ്കുവയ്ക്കുകയുണ്ടായി. നമുക്ക് ടോട്ടൽ രജിസ്ട്രേഷൻ ഫീസായിട്ട് നമുക്ക് കളക്ട് ചെയ്തിട്ടുള്ളത് 46,550 രൂപയാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ മുത്തൂറ്റ് ഫിനാൻസിൻ്റെ സഹായമായിട്ട് നമുക്കൊരു 30,000 രൂപ ഫുഡിൻ്റെ ആവശ്യത്തിന് വേണ്ടി തന്നിട്ടുണ്ട്. അതാണ് മേജർ കോൺട്രിബ്യൂഷൻ. പിന്നെ പരസ്യങ്ങളിൽ നിന്നും നമുക്ക് 16,000 രൂപ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മൊത്തം വരുമാനം 92,550 രൂപയാണ് ആ കഴിഞ്ഞ കാലയളവിൽ നമുക്ക് മൊത്തം വരുമാനമുള്ളത്. എക്സ്പെൻഡിച്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോൾ റെൻറ്റും ഫുഡും എല്ലാം കൂടി അന്ന് 36,600 രൂപയായിട്ടുണ്ട്. ഗിഫ്റ്റുകൾ കൊടുത്ത് 4,025, പ്രിൻറ്റിങ് എക്സ്പെൻസസ് 4,491, ഫോട്ടോഗ്രാഫിക്ക് 3,500, സൗണ്ട് സിസ്റ്റത്തിന് 2,700, സ്റ്റേഷനറി 1,413, ഫ്ലവറും ഒക്കെ വാങ്ങിച്ച് 395, മറ്റ് എക്സ്പെൻസസ് 1,020 രൂപ. അങ്ങനെ 54,144 രൂപ നമുക്ക് മൊത്തം ചിലവായിട്ടുണ്ട്. ഞങ്ങളവിടെയൊക്കെ മലയാളം മീഡിയത്തിൽ പഠിച്ച കുട്ടികളാണ് കോഴഞ്ചേരി കോളേജിൽ പഠിച്ചിരുന്നത്. ഇപ്പോഴൊക്കെയാണ് ചുറ്റുപാടും ഇംഗ്ലീഷ് മീഡിയം സ്കൂൾസൊക്കെ ആയത്. എങ്കിലും ഞങ്ങൾക്ക് ഒരു CP നായർ, കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി, ഞങ്ങളുടെ കോളേജിൽ പഠിപ്പിച്ചതാണ് ഇംഗ്ലീഷ്. അതുപോലെ TK.A. നായർ നമ്മുടെ കോളേജിൽ നിന്നാണ് വന്നത്. അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി വരെ ആയി ഉയർന്നിട്ടുണ്ട്. നിങ്ങളുടെ ലോൺ ആപ്ലിക്കേഷൻ ഞാൻ കണ്ടിരുന്നു. നിങ്ങൾ പറയുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിന് താങ്കളോട് എന്തോ പറയാനുണ്ട്. എന്തിനോടെങ്കിലും ഗാഢമായ സ്നേഹമുണ്ടെങ്കിൽ അത് ബിസിനസിനോടാണ്. അതിന്റെ മനോഹരമായ ബാലൻസ് ഷീറ്റ്, അതിന്റെ മാറുന്ന SKUs. കണ്ണു തുറന്നാൽ എനിക്കതിന്റെ ഇൻവെന്ററി കാണാൻ കഴിയും, കണ്ണടച്ചാൽ അതിന്റെ ITR കാണാം. അമ്മ പറയാറുണ്ട്, ഒരു ബിസിനസ്സുകാരന്റെ തല അത് ഒരേ ഒരു മനുഷ്യന്റെ മുമ്പിൽ മാത്രമേ കുനിയുമെന്ന്. ലോൺ മാനേജർ. സാർ, ഇത് മുത്തൂറ്റ് ഫിൻകോപ്പാണ്. ഇവിടെ ലോൺ കിട്ടാൻ ഷാരൂഖിന്റെ ഡയലോഗ് ഒന്നും വേണ്ട. എന്നെ കൊണ്ട് വെറുതെ ഡയലോഗ് അടുപ്പിച്ചു. ലോൺ അപ്രൂവ്ഡ്. വെറും ഒരു മിസ്ഡ് കോളിൽ നിങ്ങൾക്ക് ഗോൾഡ് ലോൺ ബുക്ക് ചെയ്യാം. മുത്തൂറ്റ് ഫിൻകോപ്പ്, ഇന്ത്യയുടെ ഒറിജിനൽ ഗോൾഡ് ലോൺ സ്പെഷ്യലിസ്റ്റ്. The Secretary General of the United Nations has just announced that out of the 193 member states,
only 44 states have paid their dues to the United Nations this year. And according to his calculation, by July, if more money doesn't come in, the United Nations will be closed down. And I don't know whether you heard that President Trump has even established an alternate to the United Nations. It is called the Board of Peace. I don't know if you heard about that. And he has declared that he himself will be the chairman of this Board of Peace, even if he is not the President of the United Nations. And if you want to become a member of this body, you have to pay $1 billion into the personal account of Mr. Donald Trump. So imagine the change you're seeing. You know, an organization with 193 countries being replaced by some individuals. So this is a tremendous change. And now, of course, top of that, he has started this war against Iran. So these are not ordinary historic changes, but very significant changes in our lives. So many of us may think that it's all right, we will depart sooner or later, and these will not matter. But it's not so. So it might be useful for us to understand the things that are going on. Maybe your children will be able to tell you more about all this. So we are going through a very cataclysmic time, but as it has happened in other cases of history, where wars have been fought, but later relations have been established. As far as India is concerned, we have had a major role in international affairs. And we have often imagined that one day India would become a permanent member of the United Nations Security Council. We know that is not possible because any expansion of the Security Council requires the positive votes of all the permanent members of the Security Council and 2/3 majority of the General Assembly. We have tried this many times. Mr. Professor Kurian has himself been at the United Nations, I know, and he knows more things about this. There cannot be a situation where the charter can be amended without getting the votes of the 5 permanent members, a majority in the Security Council, and 2/3 majority of the General Assembly. This cannot happen in history. But we still are a candidate, and the world has recognized us that even if there is one permanent member added to the United Nations Security Council, that will be India, though there are many other candidates. I'm saying this because even though the performance that we have done in the United Nations is very significant, the charter is somehow written in stone, as it were. It cannot be changed. And therefore, it's probably fair that we look for another organization which would cope with the world, will also reflect India's importance and significance in this world in that situation. So we are going through a very, very difficult time. We all hope that the war will end, but the Prime Minister made 7 appeals to all of us, not to buy gold, not to travel too often, and so on. So this is a difficult time, and it might be more difficult in the future. But certainly we can look back with satisfaction at what we have accomplished as ourselves, as individuals, and how our society has greatly improved. And our problem basically in Kerala is our poor state of education. We're all aware of that. And I tried very hard in my own time, under Mr. Umanjandi's instructions, to do something to improve the situation in certain ways. But you know, it never worked, even though those ideas have now been accepted by those who opposed it at that time. But I hope that this is a time of change which we should all welcome and be happy that and wish Chief Minister Satishan all the very best. So I really don't have anything more to say, just to wish you a long life, to enjoy the changes and also to suffer some of the changes, and also enjoy the success of your children. I know many of them may not be with you here. People often say that Kerala has become an old age home. At least I can swear by the Jawahar Nagar situation.
When I was a student here, I used to go to Jawaharnagar. It was a very lively place, mostly children all around. Now you cannot find a single child on Jawaharnagar roads. Nobody. It is all the old men walking in the morning or people running around. So it's a big change that's happening because most of our children go away. But even sadder things that even most of the children who now go away are not going for the jobs they are going to get, but to educate themselves. Because our educational structure is so poor that people find it's more useful to go and live, study abroad. And that is a sad situation. It's not I don't call it a brain drain because they will come back, as you say, from an Indian. You can take him from India, but you cannot take India from him, we say. They all remain Indians all their lives. They'll probably bring back remittances. They'll probably come back home and build their homes here. All that will happen. But still, if there is a feeling that if you have to have good education, you need to go abroad or outside Kerala, it's a very sad commentary on our development. And this is a very important aspect that we have to bear in mind. Because I believe in the next 2 years, we lose most of the students in our colleges. People say there will be 91 million students less in the next 10 years in Kerala. Already there are some institutions which are lying vacant. So these are all things that, of course, for the new government and with people like Mr. Kurian there, I'm sure we'll be able to solve some of these problems. So I wish you all the very best and congratulate you on your anniversary. And I hope you will live long to celebrate several anniversaries of this kind. പരസ്പരം ആശയങ്ങളെ പങ്കുവയ്ക്കാൻ, നമ്മുടെ പരിചയപ്പെടാൻ ഒക്കെയാണല്ലോ നാം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഈ അലുമിനി അസോസിയേഷൻ രൂപീകരിക്കുന്ന സമയത്താണ് TJ മാത്യു സാർ ഉൾപ്പെടെയുള്ള ഇതിൻ്റെ ഭാരവാഹികളുമായിട്ട് ഞങ്ങൾ സംസാരിക്കുന്നത്. ഒരു വർഷത്തിനുള്ളിൽ തലസ്ഥാന നഗരിയിൽ കോഴഞ്ചേരി സെൻറ് തോമസ് കോളേജിൻ്റെ നാമധേയം പേറുന്ന ഒരു സംഘം ആളുകളുടെ കൂട്ടായ്മ രൂപപ്പെട്ടു വന്നതിൽ കോളേജിന് അഭിമാനമുണ്ട്. തീർച്ചയായിട്ടും ഈ സംഘത്തിന് ഞങ്ങളുടെ നന്ദി ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഇത്രയും വിദ്യാർത്ഥികൾ പല സമയങ്ങളിലായിട്ട് കോഴഞ്ചേരി കോളേജിൽ പഠിച്ച വിദ്യാർത്ഥികൾ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് ഇന്ന് ഇവിടെ വന്ന് സൗഹൃദം പങ്കിടുന്നതിൽ നിങ്ങളോടുകൂടി ആയിരിക്കാൻ സാധിച്ചതിലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. മാത്രമല്ല TK നായർ മുതലായിട്ടുള്ള ആളുകളെല്ലാം പഠിച്ച കോളേജുമാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ പ്രഗത്ഭന്മാരായിട്ടുള്ള ആളുകളെല്ലാം ഇപ്പോഴുമുള്ള ഒരു സ്ഥാപനമായിട്ട് സെൻറ് തോമസ് കോളേജ് മാറിയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ കോഴഞ്ചേരിയിലെ ഞാൻ ഒരു ഓർത്തഡോക്സ് സഭാ വിഭാഗിയാണെങ്കിലും ഒരു മാർത്തോമ സ്കൂളിലാണ് പഠിച്ചത്, ഒരു മാർത്തോമ കോളേജിലാണ് പഠിച്ചത്. മാർത്തോമക്കാരാണ് എൻ്റെ കൂടുതൽ ഫ്രണ്ട്സും എന്നുള്ളതിലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് അവരെല്ലാം ഇവിടെ വന്നിട്ടുണ്ടെന്നുള്ള അറിയാം. നിങ്ങളോടെല്ലാം ഒരിക്കൽ കൂടി സന്തോഷം അറിയിക്കുന്നു. ആ കോളേജ് നല്ല അധ്യാപകരെ സെലക്ട് ചെയ്യുന്നതിനകത്ത് വളരെ കർക്കശമായ ഒരു നിലപാടെടുത്ത ഒരു കോളേജായിരുന്നു. അതുതന്നെയാണ് ആ കോളേജിൻ്റെ ഏറ്റവും വലിയ മാഹാത്മ്യവും അതുതന്നെയാണ്. ഇന്നും ആ നിലവാരം തന്നെ പുലർത്തിക്കൊണ്ട് ഇരിക്കുന്നു എന്നുള്ളതിൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുണ്ട്. ഞാൻ വേറെ ആയിരിക്കുമ്പോൾ ഒരു നാക് അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് 3 വൈസ് ചാൻസലർമാർ വന്നിരുന്നു. ഛത്തീസ്ഗഡിൽ നിന്നും പിന്നെ വേറെ ഏതോ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 3 പേര് വന്നായിരുന്നു. അന്നവർക്ക് തിരുവനന്തപുരത്തിൻ്റെ മേയർ എന്നുള്ള നിലയിൽ ആതിഥ്യം അരുളുന്നതിന് എനിക്ക് ഒരവസരം ലഭിച്ചു എന്ന് പറയാതിരിക്കാൻ വയ്യ. അവരെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാനും അവരുടെ കൂടെ തന്നെ കോളേജിലെത്തി അവരോടൊപ്പം
ഇൻ്ററാക്റ്റ് ചെയ്യാനും ഒക്കെ എനിക്ക് അവസരത്തിൽ പറ്റിയിരുന്നു എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷം ഉണ്ടാക്കുന്നത്. ഇന്ന് മാസത്തിൽ ഇവിടെ വന്നിരിക്കുമ്പോൾ മനസ്സ് മുഴുവനും സെൻറ്റ് തോമസ് കോളേജാണ്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും അത് തന്നെയാണെന്ന് എനിക്കറിയാം. എല്ലാവരുടെയും മനസ്സിൽ ആ ചിത്രങ്ങളാണ്. സെൻറ്റ് തോമസ് കോളേജാണ് അവരുടെ എല്ലാവരുടെയും മനസ്സിൽ എന്നെനിക്ക് നന്നായിട്ടറിയാം. ഞാൻ ഇപ്പോൾ ഇവിടെ ഇരുന്നപ്പം ഞങ്ങളുടെ വെയിറ്റിംഗ് ഷെഡ് ചോറുണ്ടെന്ന് ഇന്നിപ്പോൾ അതില്ല, അവിടെ ഇടിച്ചിട്ട് അവിടെ കെട്ടിടമായി. ഞാൻ പിന്നെ ഇവിടെ ഞാൻ പോയപ്പോൾ ഞാൻ നോക്കി, അവിടെ കെട്ടിടമാണ്. പക്ഷേ അതൊക്കെ എൻ്റെ മനസ്സിൽ ഇന്നും നല്ല നിറം പിടിപ്പിക്കുന്ന ഓർമ്മകളായിട്ട് നിൽക്കുകയാണ്. കോഴഞ്ചേരി കോളേജ് ഒരു യുണീക്ക് കോളേജാണ്, യാതൊരു സംശയമില്ല. മറ്റു പല കോളേജും വ്യത്യസ്തമായിട്ടുള്ള ഒരു കോളേജാണ്. ഇപ്പോൾ ജേക്കബ് ജോർജ് പറഞ്ഞ കാര്യത്തോട് ഞാൻ ചേർന്ന് പറയാം. ഈ ജേക്കബ് ജോർജ് ശരിയാ, അന്ന് ഞാൻ പഠിപ്പിക്കുന്ന കാലത്ത് നല്ല ബഹളവും സമരവും കൂവലും ഒക്കെ അല്ലേ, ആ ഒരു കാലഘട്ടമാണ്. പിന്നെ അതൊക്കെ മാറി, ആ ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, ഈ രാഷ്ട്രീയത്തിലുണ്ടാകുന്ന ഈ വെല്ലുവിളികളെയും പ്രശ്നങ്ങളെയും ഒക്കെ നേരിടാൻ എനിക്ക് ശക്തി തന്നത് കോഴഞ്ചേരി കോളേജാണ്. കാര്യം എന്ത് കണ്ടാലും പേടിക്കണ്ട, കാര്യം അങ്ങനെ ഒരു ഉണ്ട്. അതുപോലെ ഞാൻ രാജ്യസഭയിൽ പ്രിസൈഡ് ചെയ്യുമ്പം പലരും വന്ന് പിന്നെ എന്നോട് ചോദിക്കും, സാർ അധ്യാപകനായിരുന്നു, അതിൻ്റെ അധ്യാപകനായിരുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എനിക്ക് അവിടെ കിട്ടി. എന്താണെന്ന് വെച്ചാൽ വെറും പാവങ്ങളായ ഇന്നസെൻ്റായ കുട്ടികളെ മാത്രം ഏതെങ്കിലും നല്ല ഡിസിപ്ലിൻഡ് കോളേജിൽ പഠിപ്പിച്ച് ഇരുന്നെങ്കിൽ ഒരു പ്രയോജനവും ഇല്ല. നമുക്ക് എല്ലാവരെയും ഇത് വലിയ കെടുകമ്പന്മാരെയാണ് നമ്മൾ കോഴഞ്ചേരി കോളേജിൽ. ജേക്കബ് ജോർജിനെ കുറിച്ച് നിങ്ങൾക്ക് സംശയമുണ്ടോ? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെ കുറിച്ച് ഇവരെ പോലെ നമ്മുടെ മുത്തൂർ ജോർജയ്ക്ക് ഒരു പാവമായിരുന്നു, എന്നാലും വലിയ പുള്ളിയായിരുന്നു. ഇവിടെ വിക്ടർ ചന്ദ്രി. അപ്പോൾ ക്വസ്റ്റ്യൻ എന്നാ വെച്ചാൽ, കോഴഞ്ചേരി കോളേജിൽ പഠിച്ചത് തന്നെയല്ല വലിയ അനുഭവം, പഠിപ്പിച്ചതും വലിയ അനുഭവം, ഒരുപാട് അനുഭവ സമ്പത്ത് തന്നതും പിന്നീട് ജീവിതത്തിൽ മുന്നോട്ട് നീന്താൻ എന്തെല്ലാം പ്രതിസന്ധികളുണ്ടായാലും പ്രലോഭനങ്ങളുണ്ടായാലും വെല്ലുവിളികളുണ്ടായാലും ഒക്കെ മുന്നോട്ട് നീന്താനുള്ള ഒരു ശക്തി, ഇന്നർ പവർ അത് കോഴഞ്ചേരി കോളേജിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കോഴഞ്ചേരി കോളേജ് ഇസ് യുണീക്ക്. പക്ഷേ കുര്യൻ സാറ് പറഞ്ഞതാണ്, ഈ നമുക്കൊക്കെ നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരു വികാരമാണ്. നമുക്ക് ഇവിടെ ഇരിക്കുന്നവർ ഒത്തിരി പേര് ഇവിടെയും കൂടാനുണ്ട്, ചെറുപ്പക്കാരെ എല്ലാവരെയും നമുക്ക് കൂട്ടി ലോകത്ത് എവിടെയൊക്കെയോ കോഴഞ്ചേരി കോളേജിൻ്റെ ആളുകളുണ്ടെങ്കിൽ നമ്മൾ പുതിയ ഇതുണ്ടാക്കി അലുമിനിയുടെ രജിസ്റ്റർ ചെയ്ത സൊസൈറ്റിയുടെ ഇതനുസരിച്ച് എല്ലായിടത്തും എവിടെ വേണേൽ ചെറിയ ചെറിയ സ്ഥലങ്ങളിലും 10 പേര് കൂടിയാലും അവിടെ ചാപ്റ്റർ ഉണ്ടാക്കി ഇതിനെയെല്ലാം കൂടി അമ്പർലായുടെ കീഴിൽ കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിൻ്റെ തിരുമുറ്റത്ത് എത്തിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. ഇതിനൊത്തിരി കഷ്ടപ്പെട്ട് നിങ്ങൾ ഇത്രയും പേര് ഇവിടെ വന്ന് പെട്ടെന്ന് ഇത്രയും സംഘടിപ്പിച്ച ഇതിൻ്റെ ഭാരവാഹികളെ, പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും ഭാരവാഹികളെയും മുഴുവൻ പേരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഇത് ദീർഘമായി ഒന്നും പറയാനുള്ള അവസരമല്ല, അത് അധികപ്രസംഗമാകും. അതുകൊണ്ട് ദൈവം നമ്മുടെ കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജിൻ്റെ അലുമിനി ലോകത്തെമ്പാടും അതിന് ചാപ്റ്ററുകൾ ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് കോഴഞ്ചേരിയിൽ ഒരു 12,000 പേര് 12 ഡിപ്പാർട്ട്മെന്റിലെ ഒന്ന് അണിനിരത്തുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേരുന്നു. ഹായ് വൈശാഖ്. ഹേയ് ഷാരൂഖ്. സോറി നിന്നെ പെട്ടെന്ന് വിളിച്ചത്. അത് കുഴപ്പമില്ല. ഒരു ഫേവർ വേണമായിരുന്നു ബ്രോ. അറിയാം, പുതിയ റെസ്റ്റോറന്റ് തുറന്നു, പണത്തിന് ആവശ്യമുണ്ട്. ട്രാൻസ്ഫർ? വേണ്ട. പിന്നെ എന്തിനാണ് കൂട്ടുകാരൻ? അത് പിന്നെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഫീൽ ആകും. ബ്രോ പണമൊന്നും വേണ്ട. എന്റെ ബ്രോ, മുത്തൂറ്റ് ഫിൻകോപ്പിൽ നിന്ന് ഇന്നാണ് ഗോൾഡ് ലോൺ കിട്ടിയത്, വെറും ഒരു കോളിൽ. പക്ഷെ ഇന്ന് സാറ്റർഡേ അല്ലേ? മുത്തൂറ്റ് ഫിൻകോപ്പ് ഓപ്പൺ ആണല്ലോ. ഓഫ് കോഴ്സ്. അപ്പൊ പിന്നെ എന്തിനാ എന്നെ വിളിച്ചത്? അത് പിന്നെ കുറച്ച് അണ്ടർസ്റ്റാഫ്ഡ് ആണ്. 70 ഡിഷസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. പിന്നെ ഈ 70 ഡിഷസ് ഉണ്ടായിട്ടും ആദ്യം വെള്ളം കൊണ്ടുപോവാ. ഫ്രണ്ട്സിൽ നിന്ന് ഫേവർ ആവാം, പക്ഷെ ലോൺ മുത്തൂറ്റ് ഫിൻകോപ്പിൽ നിന്ന് നേടൂ. വെറും ഒരു മിസ്ഡ് കോളിൽ. മുത്തൂറ്റ് ഫിൻകോപ്പ്, ഇന്ത്യയുടെ ഒറിജിനൽ ഗോൾഡ് ലോൺ സ്പെഷ്യലിസ്റ്റ്. ഒരു ക്വിസ് പ്രോഗ്രാം നടത്തിയിരുന്നു. അന്ന് നമുക്ക് അവൾക്ക് പ്രൈസ് കൊടുക്കാൻ പറ്റിയില്ല. ഒരു പ്രൈസ് ഉണ്ട്. ആ പ്രൈസ് ഇപ്പോൾ വാങ്ങിയ ആൾ ഇങ്ങോട്ട് കടന്നു വരണം. മിഷേൽ സേറ എന്നാണ് പേര്. നമ്മുടെ കുര്യൻ സാറ് അതിപ്പോൾ സമ്മാനിക്കുന്നതാണ്. As we celebrate our 11th alumni meet, I extend my greetings and good wishes to all fellow members and their families. Our enduring bond to
our alma mater continues to be a source of satisfaction and inspiration. Over the years, we lived different lives and gathered diverse experiences, both pleasant and unpleasant. While pursuing our personal interests and vocations, as members of families and communities, we made our contributions. Deep down in our hearts and minds, thoughts of our association with our alma mater continue to excite and inspire us. Friends, most regrettably, I am unable to join you in person to celebrate this happy occasion together on account of my indisposition. Though we are advancing in age, let us commit ourselves to continue contributing to enhance the prestige of our alma mater in the world of academics. Friends, at our gathering, let us pledge ourselves serve our communities to the best of abilities and be worthy citizens of our great country. Once again, my heartiest wishes to each of you and your families. TK Nair.